അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിലവിളക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ മക്കാമുകളിൽ എന്തിനാണ് നിലവിളക്ക്? നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന അതിൻ്റെ കേന്ദ്ര മുശാവറയിൽ നിലവിളക്ക് കൊളുത്തുന്നതുൾപ്പെടെയുള്ള അന്യമതസ്ഥരുടെ പ്രത്യേക ആചാരങ്ങൾ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ മതവിധി കൃത്യമായി പറഞ്ഞു. ഇവിടെ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഏത് കാലത്തൊന്നും എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ മീഡിയ വൺ സമസ്തയുടെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വളച്ചൊടിച്ചുകൊണ്ട് കാടിറക്കുകയും ആ നിലയിൽ മാധ്യമത്തിൻ്റെ ന്യൂസിന് ഹെഡിങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മക്കാമുകൾ എന്തിനാണ് നിലവിളക്ക് കൊളുത്തുന്നത് നമുക്ക് പറയാം. ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിൻ്റെ മീഡിയ വണ്ണിൻ്റെ ഈ ഗുരുതരമായ മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ച് സമസ്ത പോലുള്ള മതസംഘടനകളിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഈ എന്ത് പറയാം, അതിന് കുത്തിത്തിരിപ്പ് എന്ന് പറയാം, അത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവരിന്ന് കൊടുത്ത ഹെഡിങ്, മാധ്യമത്തിൽ സമസ്തയുടെ പ്രസ്താവനയെക്കുറിച്ച് കൊടുത്ത ഹെഡിങ് വളരെ വികൃതമായ നിലയിലാണ്. മതാചാരം എന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തരുത്, വെളിച്ചത്തിനാണെങ്കിൽ കൊളുത്താം സമസ്ത. അപ്പൊ നിലവിളക്ക് കൊളുത്താം, അതിന് കുഴപ്പമില്ല. എന്താണ് ഉദ്ദേശം എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. എവിടെയാണ് സമസ്തയുടെ തീരുമാനത്തിൽ നിലവിളക്ക് കൊളുത്താമെന്ന പ്രയോഗം പ്രയോഗിച്ചത്? സമസ്ത കൃത്യമായി പറഞ്ഞു, വെളിച്ചത്തിനാണെങ്കിൽ വെളിച്ചം ഉദ്ദേശിച്ചുകൊണ്ട് കത്തിക്കുന്നതിന് കുഴപ്പമില്ല. അവിടെയാണ് മക്കാമുകൾ കത്തിക്കുന്നതിൻ്റെ പ്രസക്തി. അതുപോലുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ നിലവിളക്ക് ഉപയോഗിച്ചു വന്നതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. സമസ്ത നിലവിളക്ക് കൊളുത്താമെന്ന് സമസ്തയുടെ പ്രസ്താവനയിൽ എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിലവിളക്ക് കൊളുത്തുക എന്ന പ്രക്രിയ അത് പ്രത്യേകമായി ഹിന്ദു മതവിശ്വാസികളുടെ പ്രത്യേകമായ ആചാരമാണ്. അവരുടെ ദൈവിക വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങാണ്. പ്രധാനപ്പെട്ട പരിപാടികളും പ്രധാനപ്പെട്ട ഉദ്ഘാടന പരിപാടികളും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി അവർ നിർവഹിക്കുന്ന പ്രധാന കാര്യമാണ്. പക്ഷെ ഈ നിലവിളക്ക് കൊളുത്തുക എന്നൊരു രീതി തന്നെ ഇസ്ലാമിലില്ല. അങ്ങനെ മുസ്ലിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ പ്രമേയത്തിലും അങ്ങനെയില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസ്താവന ഉള്ളതുപോലെ ഞാൻ പറയുകയാണ് കേട്ടോ. സമസ്തയുടെ പ്രസ്താവനയാണ് ഞാൻ നിങ്ങൾ വായിക്കുന്നത്. എന്നാൽ ഒരാൾ വെളിച്ചം മാത്രം ഉദ്ദേശിച്ച് മറ്റു വിളക്കുകളെപ്പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ, സാധാരണ ലൈറ്റുകളെ പോലെ വെളിച്ചം കിട്ടാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. നിലവിളക്ക് കൊളുത്തിയെന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. നിലവിളക്ക് കത്തിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഇതാണ് സമസ്തയുടെ പ്രസ്താവനയിലുള്ള ആ ഭാഗം. അവിടെ കത്തിച്ച് എന്നതിന് പകരം നിലവിളക്ക് കൊളുത്തി എന്നാക്കിയത് ബോധപൂർവം നിലവിളക്ക് കൊളുത്ത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന് സമസ്ത ഏകദേശം അനുകൂലമാണ്, പിന്നെ നേരിയ ഡിഫറൻസേ സമസ്തയുടെ പ്രസ്താവനയിൽ നിന്ന് നടന്നു വരുന്ന കാര്യത്തിനോടുള്ളൂ എന്ന് വരുത്തിത്തിരിക്കാനുള്ള വളരെ ഹീനമായ നീക്കമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുള്ളത്. ഇത് ഇന്നലെ തുടങ്ങി അതിനെ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ കൊടുത്ത ഹെഡിങ്ങോ നേരെ തിരിച്ചാണല്ലോ. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചല്ലോ. മതാചാരം എന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തരുത്, വെളിച്ചത്തിനാണെങ്കിൽ കൊളുത്താം, വെളിച്ചത്തിനാണ് നിലവിളക്ക് കൊളുത്താം എന്ന് പറയുന്ന ഒരു രീതി. ആ കൊളുത്തുക എന്നത് ഇവരുടെ ആക കൊളുത്തിച്ചേർത്താണ്, കൂട്ടിച്ചേർത്തതാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹെഡിങ്ങിൽ ഇതുപോലെ കാർഡ് ഇതിനേക്കാളും മോശമായ നിലയിൽ ഇവർ കാർഡിറക്കിയിരുന്നു. ആ കാർഡ് പിൻവലിച്ചോ എന്നറിയില്ല, ഇപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയാണ് വിഷയം. സമസ്ത കൃത്യമായിട്ടാണ് പറഞ്ഞത്, വെളിച്ചത്തിനാണെങ്കിൽ മറ്റെല്ലാ പ്രകാശങ്ങളിലും പോലെ സമസ്ത കൃത്യമായി പറഞ്ഞല്ലോ, മറ്റു വിളക്കുകളെ പോലെ വെളിച്ചം ലഭിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നിലവിളക്ക് കത്തിച്ച് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ യാതൊരു കുഴപ്പമല്ല, അത് അനുവദനീയമാണ്. അതെന്തിനാണ് സമസ്ത ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ നിലവിളക്ക് അങ്ങനെ വെളിച്ചത്തിന് വേണ്ടി കത്തിക്കുന്നുണ്ടോ? അവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വിവാദം. നിലവിളക്ക് മക്കാമിലില്ലേ, നിലവിളക്ക് അവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ? ഉണ്ട്. നിലവിളക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോമാക്സ് ഇല്ല, അങ്ങനത്തെ ആധുനിക വെളിച്ചത്തിനുള്ള ഒരു സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ
ആളുകൾ ധാരാളം കൂടുന്ന സ്ഥലങ്ങൾ, മക്കാമായിരുന്നാലും ശരി, ദർസായിരുന്നാലും ശരി, റാത്തിബ് സദസ്സായിരുന്നാലും ശരി, അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്, അപ്പുറത്തും തിരികൾ, അടുത്ത തട്ടിലും തിരികൾ വെക്കാൻ നല്ല വെളിച്ചത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മക്കാമുകളിൽ ധാരാളം സന്ദർശകർ അക്കാലത്ത് തന്നെ ഉണ്ട്. മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ എത്ര മക്കാമുകളെ ശിർക്കാക്കി ചിത്രീകരിച്ചാലും ശരി, മഹാത്മാക്കളുടെ മസാറുകളും മക്കാമുകളും ആ കാലത്ത് നിലവിളക്കുകൾ കൃത്യമായി വെച്ചിരുന്നു. രാത്രി ആളുകൾ സിയാറത്തിന് ആളുകൾ സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു, അത് കത്തിച്ചിരുന്നു. അതിൽ ഉപയോഗിക്കുന്ന എണ്ണ ആളുകൾ ബറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് ആ ബറക്കത്ത് തുടരാൻ വേണ്ടി ആ നിലവിളക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മക്കാമുകൾ നിലവിളക്ക് വരാൻ കാരണം. ഇതേ നിലവിളക്ക് കൃത്യമായി നമുക്ക് പൊന്നാനി മഖ്ദൂം അവരുടെ മഹാപള്ളിയിലും കാണാൻ കഴിയും, വലിയ പള്ളിയിലും കാണാം. അതെന്താ പ്രശ്നം? ഇന്നും നമുക്ക് കാണാൻ എടുത്തു കളഞ്ഞിട്ടില്ല. വലിയ ദർസായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് നടത്തിയിരുന്നത്. ഇന്തോനേഷ്യയിൽ നിന്ന്, ജാവയിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പുറം രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ദർസിലേക്ക് വന്നിരുന്നു. അവരൊക്കെ എന്തിരുന്നു? പഠിക്കാനിരിക്കുമ്പോൾ ഈ വലിയ സദസ്സ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സദസ്സിൽ വെളിച്ചം കാണാൻ അന്നത്തെ ഒറ്റത്തിരിയുള്ള സാധാരണ വിളക്കിന് കഴിയില്ല, നിലവിളക്കാണ് ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ പേര് പോലും പ്രശസ്തമാണ്, വിളക്കത്തിരിക്കുക എന്ന് പറയാം. ആ വിളക്കിന്റെ അടുത്തിരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ദർസ് നടത്തുക. അപ്പൊ പൊന്നാനിൽ വിളക്കത്തിരിക്കാൻ പോവുക എന്ന്. ആ വെളിച്ചത്തിനന്ന് ഉപയോഗിക്കുന്ന ആ നിലവിളക്ക് ഇന്നും പൊന്നാനി പള്ളിയുടെ മുകളിൽ കൃത്യമായി വെച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടില്ല. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി. മഹാന്മാരായ സ്വഹാബികൾ സ്ഥാപിച്ചു എന്ന് കണക്കാക്കപ്പെടുന്ന ചരിത്രം രേഖപ്പെടുത്തിയ ആ പള്ളിയിലും വെളിച്ചത്തിന് വേണ്ടി അക്കാലത്ത് നിലവിളക്ക് ഉപയോഗിച്ചിരുന്നുവെന്ന് ഇന്നും ആ വിളക്ക് നശിപ്പിക്കാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നിലവിളക്ക് മക്കാമുകൾ ഉപയോഗിച്ചിരുന്നതിന്റെ പാരമ്പര്യം, ചരിത്രം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത്, വെളിച്ചം കണ്ണ് കാണാൻ വേണ്ടി, വെളിച്ചം കാണാൻ വേണ്ടി കത്തിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായും അത് കത്തിക്കാം. അങ്ങനെ കത്തിച്ചിട്ടുണ്ട് മക്കാമുകളിൽ, ഒരു സംശയമല്ല. അതും ഇതും രണ്ടായി ചേർക്കണം. നിലവിൽ കൊളുത്തുന്ന സമസ്ത പറഞ്ഞിട്ടില്ല, അത് മാധ്യമത്തിന്റെ സൃഷ്ടിയാണ്, മീഡിയ വണ്ടിന്റെ സൃഷ്ടിയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ സൃഷ്ടിയാണ്. ആരും തെറ്റിദ്ധരിക്കരുതെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.